ഇന്നത്തെ നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് സാംബോ സ്റ്റീൽ ട്യൂബ്സ് ലിമിറ്റഡ് ആണ്. കമ്പനി സ്റ്റാർട്ടായത് 2017 കമ്പനിയുടെ ഏറ്റവും വലിയൊരു പ്ലാന്റ് ഉള്ളത് റൈപ്പൂരിലാണ്. കമ്പനി എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് വെൽഡഡ് സ്റ്റീൽ ട്യൂബ്സ് ആണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ആക്ച്വലി പറഞ്ഞാൽ ഇലക്ട്രിക് റെസിസ്റ്റൻസ് വെൽഡഡ് സ്റ്റീൽ ട്യൂബ്സ് എന്ന് പറയാം. സോ എന്താണിതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ കാലത്ത് നമ്മൾ വെൽഡിങ്ങിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ അതിനെ മാറ്റിക്കൊണ്ട് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട്, അതായത് ആദ്യം റോ ആയിട്ടുള്ള അയണിൽ നിന്ന് അയണിൻ്റെ ഷീറ്റ്സ് ഉണ്ടാക്കി അതിൽ നിന്ന് കോയിൽസ് ക്രിയേറ്റ് ചെയ്ത് പിന്നീട് ആ കോയിൽസിനെ ഹൈ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് ജോയിൻറ്റ്സ് വെൽഡ് ചെയ്യുന്നതിനാണ് ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ പറയുന്നത്. കമ്പനിക്ക് 2024 ആയപ്പം ഓൾറെഡി 15 കൂടുതൽ സ്റ്റേറ്റ്സിൽ കമ്പനി ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. IPOയുടെ ടോട്ടൽ സൈസ് 540 കോടിയാണ്. അതിൽ 440 കോടി ഫ്രഷ് ഇഷ്യൂ ആണ്, 100 കോടി ഓഫർ ഫോർ സെയിലാണ്. IPO സ്റ്റാർട്ട് ആകുന്നത് ജൂൺ 25 ക്ലോസിംഗ് ഡേറ്റ് ജൂൺ 27 അതുപോലെ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ജൂൺ 30 ലിസ്റ്റിംഗ് വരുന്നത് ജൂലൈ 2 IPOയുടെ പ്രൈസ് വിഡ്ത്ത് അല്ലെങ്കിൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 77 രൂപയ്ക്കും 82 രൂപയ്ക്കും ഇടയ്ക്കാണ്. അതുകൊണ്ട് തന്നെ 182 ഷെയർസ് ഉള്ള ഒരു ലോട്ടായിരിക്കും അവൈലബിൾ ആയിട്ട് വരുന്നത്. ഏറെക്കുറെ ഒരു ലോട്ടിന് 14,014 രൂപയുടെ അടുത്തായിരിക്കും പ്രൈസ് വരുന്നത്. IPOയുടെ കറൻറ്റ്ലി ഗ്രേ മാർക്കറ്റ് പ്രീമിയം എന്ന് പറഞ്ഞാൽ 10 രൂപയാണ്, അല്ലെങ്കിൽ 12%. ഇനി നമുക്ക് കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസിലോട്ടൊന്ന് നോക്കാം. സോ കമ്പനിയുടെ ഡീറ്റെയിൽസ് നോക്കുമ്പം റവന്യൂ എന്ന് പറയുന്നത് 2022 820 കോടിയും 2023 939 കോടിയും 2024 1289 കോടിയും ആയിട്ടുണ്ട്. അതുപോലെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 149 കോടിയിൽ നിന്ന് 2023 210 കോടിയാവുകയും അത് 2024 ആയപ്പോൾ 438 കോടിയാവുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അസറ്റ്സ്, കമ്പനിയുടെ അസറ്റ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2022 458 കോടി ഉണ്ടായിരുന്ന അസറ്റ്സ് 2023 ആയപ്പോൾ 552 കോടിയായി. അതുപോലെ തന്നെ 2024 അത് 940 കോടി ആയിട്ടുണ്ട്. സോ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നല്ലപോലെ പഠിക്കുക, ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക.